So, dear students, we have completed our second module in our regular classes. So, now I am going through the second module to get an idea about what we have studied. We know that we have studied in this chapter language and culture. What are the relation between language and culture? How they are related? How language was and language and culture, how they emerged, how language emerged, and how culture emerged, and culture emerged as a concept central to anthropology, including all human phenomena that are not purely results of human genetics. Specifically, the term culture has two meanings. Culture-ന്റെ രണ്ട് അർത്ഥങ്ങൾ. What are the two meanings of culture? First one is the evolved human capacity to classify and represent experiences with symbols and to act imaginatively and creatively. The second one is the distinct ways in which people living in different parts of the world classified and represented their experiences and acted creatively. രണ്ടർത്ഥമാണ് കൾച്ചറിനുള്ളത്. ആ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യന്മാർ വിവിധങ്ങളായ രൂപത്തിലൂടെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെങ്ങനെയാണ് കപ്പാസിറ്റി ടു ക്ലാസിഫൈ ആൻഡ് റെപ്രസെൻറ്റ് എക്സ്പീരിയൻസ് വിത്ത് സിംബൽസ്. മനുഷ്യന്മാരുടെ വിവിധങ്ങളായ എക്സ്പീരിയൻസുകളെ സിംബൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ള അതിൻ്റെ ഒരു കപ്പാസിറ്റിയെയാണ് ഒന്നാമത്തത് പറയുന്നത്. രണ്ടാമത്തത് the distinct ways which people are living in different parts of the world classified and represented their experiences and acted creatively. വളരെ വ്യത്യസ്തമായിട്ട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ രണ്ടർത്ഥമാണുള്ളത്. അടുത്ത ഭാഗത്ത് കൾച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാംഗ്വേജും കൾച്ചറും തമ്മിൽ വളരെ അഗാധമായ ബന്ധമുണ്ട് എന്ന് പറയുന്നതാണ്. Language not only develops in conjunction with society's historical, political or economic evolution, but also decides the society's attitudes and thinking. Language decides attitudes and thinking is the most important part of this chapter. For example, we Malayalis, we are thinking in accordance with our language Malayalam, and the people who are living in Saudi Arabia, they are thinking in accordance with their language Arabic, and the people who are living in England, they are thinking in accordance with the language English. അപ്പോൾ ഓരോരുത്തരും അവരുടെ ലാംഗ്വേജിനനുസരിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ് അതിനനുസരിച്ചാണ് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കുറേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഇനി പറയുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, നിങ്ങൾ ആ ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോവുക. ഈ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ്, നമ്മൾ വായിച്ചു പോയിട്ടുള്ളതാണ്. ഇനി സ്ട്രക്ചർ ഓഫ് ദ ലാംഗ്വേജിൽ ഫെർണാണ്ടീസ് സുഷ്യറുടെ സ്വിസ് ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഫെർണാണ്ടീസ് സുഷ്യറുടെ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ മൂന്നെണ്ണമാണുള്ളത്. ഒന്ന് ലാങ് ആൻഡ് പരോൾ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വാട്ട് ഈസ് ലാങ്? ലാങ് എന്താണ്? The structures and shared system of structures and conventions and rules called lang. ഒരു ഭാഷ, മലയാളം എന്ന ടോട്ടൽ ഭാഷ, അപ്പോൾ ഷെയർഡ്, എല്ലാവരും ഷെയർ ചെയ്യുന്ന ഷെയർഡ് സിസ്റ്റം ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് കൺവെൻഷൻസ്. ഇപ്പോൾ മലയാള ഭാഷയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് കൺവെൻഷൻസ്, അതിൻ്റെ ഒരു പാരമ്പര്യം, അതിൻ്റെ റൂൾസ്, അതിലുള്ള നിലവിലുള്ള നിയമങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് ലാംഗ്വേജ് എന്ന്. അങ്ങനെ ഉൾക്കൊള്ളുന്ന ലാംഗ്വേജിനാണ് നമ്മൾ ലാങ് എന്ന് പറയാം. ഇനി പരോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള ഈ ഒരു ഭാഷയിൽ നിന്ന് ഒരാൾ ഉച്ചരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. ഇപ്പം ഞാൻ ഉച്ചരിക്കുന്ന ഒന്ന്, നിങ്ങൾ ഓരോരുത്തരും ഉച്ചരിക്കുന്ന ഒന്ന്, അതൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അതിൻ്റെ പറച്ചിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ രീതി വ്യത്യാസമുണ്ട്, അതിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്. അതിനാണ് നമ്മളെന്ത് പറയാം? പരോൾ എന്ന് പറയാം. അതിന് സ്പെസിഫിക് അട്ടറൻസസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അട്ടറൻസസ് എന്നാണ് അതിന് ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ ഷെയർഡ് സിസ്റ്റം ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് ലാങ്, സ്പെസിഫിക് അട്ടറൻസ് എന്ന് പറയുന്നത് പരോള്.
ഇനി അതിൽ ലിറ്ററേച്ചറിൽ ലാങ്ങും പരോളും ഉണ്ടാവും. ലിറ്ററേച്ചറിൽ പരോൾ ഏതാണ്? ഉദാഹരണം, ഇപ്പോൾ മലയാളം ലിറ്ററേച്ചറിൽ ഒരു പരോൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മലയാളം ലിറ്ററേച്ചർ കുറേ 500 വർഷങ്ങൾ മുമ്പ് ഇന്ന് വരെയുള്ള മലയാളം ലിറ്ററേച്ചർ നമുക്കറിയാം. അത് മൊത്തം കൂടിയതാണ് ലാങ്. അപ്പോൾ പിന്നെ ഇതിൽ പരോൾ ഏതാണ്? ഒന്ന്, ഇപ്പോൾ MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന് പറയുന്ന സാധനം ഒരു പരോളാണ്. മൊത്തം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലാങ് ആണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പറയാലോ. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് സൈൻ. ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാദമാണ്. ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ്. ദ ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് ആർബിട്രറി ലിങ്ക് ബിറ്റ്വീൻ എ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. Signifier, there is a signifier and a signified, and there is a relation between this signifier and signified. This relation is arbitrary. That is the main claim of Ferdinand de Saussure. What is signifier? What is signified? For example, a tree, T-R-E-E-E, tree. This is signifier, T-R-E-E-E. This is tree. Tree is signifier. എന്നാൽ ആക്ച്വൽ ട്രീ ഉണ്ടല്ലോ, യഥാർത്ഥത്തിലുള്ള ട്രീ, മരം, ആ മരമാണെന്ത്? സിഗ്നിഫൈഡ്. അപ്പോൾ സിഗ്നിഫൈഡ് എന്ന യഥാർത്ഥ മരം, പിന്നീട് വന്ന ആ പേരും ഇത് തമ്മിലുള്ള ഇതാണ് രണ്ടും രണ്ടെണ്ണമായി മാറുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം ആർബിട്രറി ആണെന്ന്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചാർത്തി കൊടുക്കുന്നതാണെന്ന്. ഉദാഹരണം നിങ്ങൾ നോക്കൂ, കൊറോണ വൈറസ് എന്ന് പറയുന്ന സാധനം. ആ കൊറോണ വൈറസ് എന്ന് പറയുന്ന സാധനത്തെ ഒരു വൈറസ് വന്നപ്പോൾ നമ്മൾ അതിനൊരു പേരിട്ട് കൊറോണ വൈറസ്. അത് വരുമ്പോൾ അതിന് പേരുണ്ടോ? ഇല്ല. വരുമ്പം തന്നെ പേരുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ അതിനൊരു പേരിട്ട്. അപ്പോൾ ആ പേര് നമ്മൾ ഇട്ടതാണ്, ചാർത്തി കൊടുത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പേര് മാറ്റി COVID-19 എന്നാക്കി. COVID-19. അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്, നമ്മൾ മാറ്റുന്നത്. അപ്പോൾ മരം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു വസ്തുവും മരവും ആ വാക്കും ആ വസ്തുവും തമ്മിലൊരു വ്യത്യാസമില്ല, ഒരു ബന്ധവുമില്ല. നമ്മൾ വെറുതെ കൊടുത്താണ്. ഇന്ന് മുതൽ നമ്മൾ പറയാണ് മരം എന്ന് വിളിക്കൂല, നമ്മൾ വേറൊരു പേരാണ് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ പേര്. അപ്പോൾ ഇവ തമ്മിൽ ആർബിട്രറി ബന്ധമാണുള്ളത്, ചാർത്തി കൊടുത്ത ബന്ധമാണുള്ളത്. അപ്പോൾ ആർബിട്രറിനെസ് എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇത് നിങ്ങൾ പിന്നീട് ലിംഗ്വിസ്റ്റിക്സിൽ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന 5th സെമസ്റ്ററിൽ വളരെ കൃത്യമായി പഠിക്കും. ഇനി മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് മീൻസ് നമ്മൾ പറഞ്ഞു സൈൻ എന്ന് പറയുന്നത് റിലേഷണൽ സ്ട്രക്ചർ ആണ്. സൈൻ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ഒരു റിലേഷണൽ ആർബിട്രറി റിലേഷൻ ആണെന്ന്. എന്നാൽ ചില ഓപ്പോസിഷണൽ സ്ട്രക്ചർ ഉണ്ട്. there has been an oppositional structure or meaning is relational. This means that meaning of each word is dependent upon meaning of other words. ചില വാക്കുകളുടെ അർത്ഥം മറ്റു വാക്കുകളുടെ അർത്ഥത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മറ്റു വാക്കുകളുടെ അർത്ഥമല്ലാത്തത് കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിൽ ഇതിൽ പറഞ്ഞു, ഞാൻ പെൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ പെൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഹെൻ അല്ല, ഹെൻ കോഴി അല്ല, 10 എന്നുള്ള 10 അല്ല, അതേപോലെ ജൻ അല്ല. ഇതൊക്കെ നമുക്കറിയാം, ഇതൊന്നും അല്ല എന്നും നമുക്കറിയാം. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് അതല്ലാത്തത് കൊണ്ട് ഇതായി. മനസ്സിലായല്ലോ? കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അതല്ലാത്തത് കൊണ്ട് ഇതായി. അതാണ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ. മീനിങ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ സയൻസ് ഡിഫറൻസ് ഫ്രം ആൻഡ് റിലേഷൻ ടു അതർ സയൻസ്. That meaning is different from other meanings. When I am saying pen, it is different to 10, hen and ten. In other words, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായതുകൊണ്ടാണ് അത് പെൻ എന്നായിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ മറ്റൊരു ഇത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ വാക്കുകൾക്ക് കൊണോട്ടേറ്റീവ് മീനിങ് ഉണ്ട്, ഡിനോട്ടേറ്റീവ് മീനിങ് ഉണ്ട്, സൂചനാർത്ഥങ്ങളുണ്ട്, വ്യക്താർത്ഥങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഇത്. ഇനി അടുത്തൊരു ഭാഗമാണ് ലാംഗ്വേജ് ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ. ലാംഗ്വേജ് ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ. ലാംഗ്വേജ് ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ ഇവ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? It can disclose your nationality. Language gives you labels according to your status.
ലാംഗ്വേജ് നമ്മളുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കി തരുന്നു. ലാംഗ്വേജ് ഡിസ്കോസ് യുവർ നാഷണാലിറ്റി, കൾച്ചർ, റിലീജൻ, ഏജ്, ജെൻഡർ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യോ എക്കോണമിക് ക്ലാസ് ആൻഡ് യുവർ പ്രൊഫഷൻ. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. ലാംഗ്വേജ് എൻക്ലോസസ് യുവർ പേഴ്സണാലിറ്റി, ലാംഗ്വേജ് എൻക്ലോസസ് യുവർ നാഷണാലിറ്റി, ലാംഗ്വേജ് എൻക്ലോസസ് യുവർ ഇൻഡിവിജ്വാലിറ്റി, culture, religion, age, gender, level of education, socio-economic class, your profession, religion. For example, religion. If a group of people are, if we are coming to if we are coming to a group of people, they are thinking, they are speaking in a language, and it is related to their religion. For example, in North India, നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ ഉറുദു ഉപയോഗിക്കുന്നു. സോ ഇഫ് ദേ ആർ യൂസിങ് ഹിന്ദി, ദർ മേ കം ഉറുദു വേർഡ്സ് ഇൻ എയർ ഹിന്ദി. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഹിന്ദി സംസാരിച്ചാൽ പോലും അവരുടെ ഹിന്ദിയിൽ തന്നെ ഉറുദു വാക്കുകൾ കടന്നു വന്നുകൊണ്ടിരിക്കും. സോ അവർ മുസ്ലിങ്ങളാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ അവരോട് പേര് ചോദിക്കാതെ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഭാഷ, ഇപ്പോൾ നമ്പൂതിരി ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. ആ ഒരു ഭാഷയുടെ കളിയാക്കലും ഒക്കെ അതിൻ്റെ ഒരു ശൈലിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ സിനിമയിലും മറ്റൊക്കെ വന്നിട്ടുള്ളത്. കളിയാക്കിയിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ? അത് കേട്ടാൽ അറിയാം അവർ പിന്നെ അവരുടെ ഒരു ഗ്രൂപ്പ്, കാസ്റ്റ് ഏതാണെന്നുള്ളത്. ഇപ്പോൾ റിലീജൻ, ഏജ്. ഇപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ആളുകൾ, ഇപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മുടെ ഭാഷയും കുട്ടികളുടെ ഭാഷയും ഇപ്പോൾ ആകെ കളറായി, സീനായി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ഇതൊക്കെ നമ്മുടെ പ്രായം ചെന്ന ആളുകൾ ഉപയോഗിക്കുമോ? ഇല്ല. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ നമ്മുടെ ഏജിനെ സൂചിപ്പിക്കുന്നു. ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ട് ഭാഷയിൽ വ്യത്യാസപ്പെടും. സോഷ്യോ എക്കണോമിക് ക്ലാസ്, അപ്പർ ക്ലാസ്സിലെ ആളുകളും ലോവർ ക്ലാസ്സിലെ ആളുകളും ഒരേ ഭാഷ സംസാരിക്കുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ അത് അവരുടെ ഐഡൻറ്റിറ്റി, കൾച്ചർ എന്നതിനൊക്കെ പിന്നെ ബാധിക്കുന്നു, അവർ സംസാരിക്കുന്നു എന്നർത്ഥം. ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ, ഇതൊക്കെ നാഷണാലിറ്റിയെ തീരുമാനിക്കും. നമുക്കറിയാലോ, ഇഫ് an American is speaking English, we could understand he is an American, not an British people, not a British man, and an Australian. He is not a British and Australian. We could understand from his speaking itself how his slang, his speaking method, his speaking mode is different from the British, the Australian, African, Indian എന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് അതിൽ ഒന്നിൽ നിന്ന് തന്നെ മറ്റത് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി കൾച്ചർ, വെദർ യു സ്പീക്ക് വിത്ത് എ ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഗ്രീക്ക്, ഇന്ത്യൻ, ചൈനീസ് ഓർ ജമൈക്കൻ ആക്സെന്റ്, ദ ഫാക്ട് ദാറ്റ് യു സ്പീക്ക് ഇംഗ്ലീഷ് റിവീൽസ് മേ ബി ദാറ്റ് ഇംഗ്ലീഷ് ഈസ് യുവർ സെക്കൻഡ് ലാംഗ്വേജ്. Your grammar may be little different and people will think that you are speaking bad English, but it is just a result of grammar from another language being adopted into the person's speech when they speak English, and as a result they speak as ethnoloct. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, നമ്മൾ ഇന്ത്യക്കാരനാണ്. ഒരു ബ്രിട്ടീഷുകാരൻ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഒരു സ്വാധീനം സെക്കൻഡ് ലാംഗ്വേജിൽ ഉണ്ടാകും. അതിൻ്റെ സ്ട്രക്ചർ, ഗ്രാമർ ഒക്കെ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. ഈ ഒരു സ്വാധീനം നമ്മളെ നമ്മുടെ ഒന്നാമത്തെ സെക്കൻഡ് ഭാഷയായ ഇംഗ്ലീഷിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ ഇതെന്നൊക്കെ അവർ പറയും. പക്ഷേ ആ ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാണ്? നമ്മുടെ പിന്നെ ഭാഷയുടെ സ്വാധീനത്തിലൂടെ വരുന്നതാണ്. ഇപ്പം ഇംഗ്ലീഷ് എന്നത് മറ്റൊരു സാധനമാണ്. ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വിത്ത് ദ സ്ലാങ് ഓഫ് ഹിന്ദി ഈസ് നോൺ ആസ് ഇംഗ്ലീഷ്. ഡൽഹിയിലൊക്കെ സാധാരണ പറഞ്ഞൊരു സാധനമാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. ഏജിനെ വ്യത്യാസപ്പെടുത്തുന്നുള്ളത് നമുക്കറിയാം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അതിൽ പറയുന്നു ദാറ്റ് ഇസ് കൂൾ, ചിൽ, ദാറ്റ് ഇസ് ഗ്രോസ്, ഡ്യൂഡ്. ഇപ്പം ഡ്യൂഡ് എന്നൊന്നും വാക്ക് പിന്നെ പ്രായം ചെന്ന ആളുകൾ ഉപയോഗിക്കില്ല. ഒക്കെ നമ്മളുടെ ഒരു ഇതിൻ്റെ അർത്ഥമാണ്. കാസ്റ്റ് അതിലൂടെ വ്യത്യാസപ്പെടും, ഞാൻ വിശദീകരിച്ചു. റിലീജിയൻ വ്യത്യാസപ്പെടും, ജെൻഡർ വ്യത്യാസപ്പെടും,
ക്ലാസ് ഒക്കെ ഇതിൽ വ്യത്യാസപ്പെടും. ഇനി ഐഡന്റിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി എന്താണ് വ്യത്യാസം? ഐഡന്റിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി. Identity concept has its roots in modernist discourse, where the core of an individual was seen as stable and unified. Identity is the state or fact remaining the same under varying aspects or conditions. Identity is the state or fact remaining the same under varying aspects of conditions. Under any condition, under different conditions, our identity is stable and it is static, remaining the same. Now, here the idea identity is a private profession and the individual as unique and autonomous. For example, the identity of the fingerprint on the gun, when it matched with those in the file, provided evidence that he was the killer. Identity originally stressed the need for continuity and unity, but it is in the current discourse often used in the plural due to the advent of the subjectivities concept and it is focused on multiple cores. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ മാറാത്ത ഒരു സാധനമാണ് ഇത്രയും കാലം കണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മളുടെ ഫിംഗർ പ്രിന്റ്, ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചബിൾ, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്, റിമൈനിങ് ദ സെയിം ആൻഡ് സ്റ്റേറ്റിക്. ഇപ്പോൾ ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റ് പരിശോധന നടത്തുന്നു ഒരു കളവ് നടന്ന സ്ഥലത്ത്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കിട്ടുക, ഒരിക്കലും അത് മാറില്ല, ഏതെങ്കിലും വേറൊരാളുടേതായി മാറില്ല, അത് അയാളുടേത് മാത്രമാണ്. ഇങ്ങനെ മാറാത്തതാണ് ഐഡന്റിറ്റി എന്ന ഒരു ചർച്ചയിലുണ്ടായിരുന്നത്. എന്നാൽ സബ്ജക്റ്റിവിറ്റിയും ഐഡന്റിറ്റിയും തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി സബ്ജക്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. On the other hand, he is founded as a postmodern and post-structuralist discourse and focuses on making of the subject, which is an ongoing process. Repetition and fluidity mark the formation of the postmodern subject. So the distinction between identity and subjectivity seems to be not only a historical one but also a difference in perspective. One focusing on an inner stable core and the other stressing on making of identity. One focusing on modernist discourse and the other focusing on postmodern discourse. Subjectivity refers to that aspects of an individual's psyche, which means of by means of which the person identifies himself and herself and his or her place in the world. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം. സബ്ജക്റ്റിവിറ്റി റെഫേഴ്സ് ടു ദാറ്റ് ആസ്പെക്ട്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ സൈക്ക്. മനുഷ്യൻ്റെ സൈക്കുമായിട്ട് മനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് സബ്ജക്റ്റിവിറ്റി. ബൈ മീൻസ് ഓഫ് വിച്ച് ദ പേഴ്സൺ ഐഡൻറ്റിഫൈസ് ഹിംസ് ഓർ ഹെർസെൽഫ് ആൻഡ് ഹിസ് ഓർ ഹെർ പ്ലേസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ നമ്മുടെ സ്ഥാനത്ത് നമ്മൾ അതിലൂടെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സബ്ജക്ട്സ് ഔട്ട്ലുക്ക്, നമ്മുടെ ചിന്ത, ഇമോഷൻസ്, നമ്മുടെ വൈകാരികത, വാല്യൂസ് ആൻഡ് ബിലീവ്സ് ആൻഡ് പെർസെപ്ഷൻസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഇതാക്കും. The subject is situated within a network of power relations and is subject controlled by these. ഇപ്പോൾ നമ്മളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ആൾ. നമ്മൾ ഒരു പവർ റിലേഷൻസിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. The subject is situated within a network of power relations and is subject to these. The subject inserts himself into a particular subject position within a chosen discourse. അപ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന ഒരു ഡിസ്കോഴ്സിൽ നമ്മുടെ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം ഞാൻ എന്ന ആളെ എനിക്ക് പോസ്റ്റ് ചെയ്യണം. നിലനിൽക്കുന്ന ഈ ഒരു ഡിസ്കോഴ്സിൽ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റെലമിൽ എന്നെ ഒന്ന് പെർട്ടിക്കുലറായിട്ട് എന്നെ ഒന്ന് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, എന്നെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരും. എൻ്റെ വസ്ത്രധാരണ, എൻ്റെ സംസാര രീതി, എൻ്റെ ചിന്താരീതി, എൻ്റെ ഹെയർ സ്റ്റൈല്, എൻ്റെ ഫിസിക്കൽ ആൻഡ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റൈലൊക്കെ ഞാൻ വ്യത്യാസപ്പെടുത്തും. ആൻഡ് ദ ഡിസ്കോഴ്സ് ഓഫ് മാക്സിംസ്
The subjects are rooted in the class relations and capitalist economic structure. Subject positions available within this discourse include exploiters and the exploited. But these power relations can be changed with revolution, which could bring about a shift in subject positions. സബ്ജക്റ്റ് പൊസിഷൻ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് റെവല്യൂഷനിലൂടെയാണ് വരിക. റെവല്യൂഷൻ അല്ലാതെ മാറും കേട്ടോ. ഇപ്പം ഞാനെന്ന സബ്ജക്റ്റ് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ എൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ അപ്പർ ക്ലാസ്സിലേക്ക് വരും. അതേപോലെ തന്നെ ഇത് റെവല്യൂഷനിലൂടെ ഒരു വിപ്ലവത്തിലൂടെ വരാം, അല്ലെങ്കിൽ മറ്റു ചില വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടുണ്ടാകുന്ന പുരോഗതിയിലൂടെയൊക്കെ വരാം. ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി വിമൺ എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അതിൽ പറയുന്നത്, ഇൻ ദിസ് കോണ്ടസ്റ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ നെവർ ചേഞ്ചിങ് എൻറ്റൈറ്റി വിത്ത് എ സ്റ്റേബിൾ എസെൻസ്, but a subject in prose always changing, that is constructed in discourse by the repeated acts it performs and here to be spoken of the plural since there are various subject positions available within the category. A woman can be professional at work, another a mother, daughter, a friend, a member of the certain class. വുമൺ എന്നത് അത് നമുക്കറിയാം മാറാത്ത സാധനമാണ്. നമുക്ക് ജെൻഡറിലല്ല, നമ്മുടെ സെക്സിൽ വുമൺ, മെയിൽ ആൻഡ് വുമൺ എന്നുള്ളത്, മെയിൽ ആവാം വുമൺ ആവാം. ഇനി ഒരു വുമണിൻ്റെ കാര്യത്തിൽ ഷീ മേ ബി എ പ്രൊഫഷണൽ അറ്റ് വർക്ക്, എ മദർ, എ ഡോട്ടർ, എ ഫ്രണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റ് പൊസിഷൻ ഉണ്ടായേക്കാം. ഒക്കെ സബ്ജക്റ്റ് പൊസിഷനാണ്. അതൊക്കെ മാറിയേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇത്രയാണുള്ളത്. ഇനി ഡിസ്കോഴ്സ് എന്നാൽ എന്താ? ഡിസ്കോഴ്സ് ഒക്കെ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പെട്ടെന്ന് പോകുന്നത്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കോഴ്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ളത് മിഷേൽ ഫൂക്കോ ആണ്. used this term to refer to the structures through which subjects are fashioned and as both mind and bodies. A discourse is a set of recurring statements that speak of a cultural object. ഒരു കൾച്ചറൽ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറയുന്ന റിക്കറിങ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ എ സെറ്റ് ഓഫ് റിക്കറിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് സ്പീക്ക് ഓഫ് എ കൾച്ചറൽ ഒബ്ജക്റ്റ്. ഒരു കൾച്ചറൽ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് പ്രതിപാദിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എന്താ പറയുക ഡിസ്കോഴ്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ സോഷ്യൽ, എക്കോണമിക് ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് reality is represented and communicate meaning. The different versions of reality are encoded in different discourses. Discourses are a way of representing experience and operate according to its own conventions, formulated in relation to particular sites of language use. Power is involved in the fashioning of discourse. മറ്റൊന്നാണ് ഒരു ഡിസ്കോഴ്സ് ഉണ്ടാവാൻ അതിന് പവർ, അധികാരം വളരെയധികം അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. The force of Hitler's discourse of fascism against the Jews led to the large-scale massacre of Jews. The discourse of medicine puts forward subject position like doctor, nurse, patient. Discourse of medicine, കണ്ടോ? ഡിസ്കോഴ്സ് ഓഫ് മെഡിസിൻ എന്നൊന്നാണ്. ഡിസ്കോഴ്സ് ഓഫ് നാസിസം എന്നതൊന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായി. ഡിസ്കോഴ്സ് ഓഫ് കമ്മ്യൂണിസം ഒന്നാണ്. ഡിസ്കോഴ്സ് ഓഫ് നാഷണലിസം, ഡിസ്കോഴ്സ് ഓഫ് പലതും, ഐഡൻറ്റിറ്റി, ഡിസ്കോഴ്സ് ഓഫ് ഐഡൻറ്റിറ്റി. അതിൽ സെറ്റ് ഓഫ് റിക്കറിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റൂൾസ് ഉണ്ട്, കണക്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദ ഡിസ്കോഴ്സ് ഓഫ് മെഡിസിൻ നമുക്ക് തന്നിട്ടുള്ള കുറേ സബ്ജക്റ്റ് പൊസിഷൻസ് ആണ്. ഡോക്ടർ, നഴ്സ്, പേഷ്യൻ്റ് ആൾസോ എ സബ്ജക്റ്റ് പൊസിഷൻ. While we are attending a doctor, whatever may be, whoever may be, who are may be, ആരായാലും ശരി, നമ്മൾ ഡോക്ടർ എന്നത് ഒരു പേഷ്യൻറ്റിന് ഒരു ഡോക്ടറുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് ഒരാൾ ഒരു പേഷ്യൻ്റാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഡോക്ടറുടെ മുമ്പിൽ പോയിരുന്നാലും പ്രധാനമന്ത്രി എന്നല്ല അറിയപ്പെടുന്നത്, പേഷ്യൻ്റ്. അപ്പോൾ ആ ഒരു ഡിസ്കോഴ്സിൽ വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് പൊസിഷനാണത്. The discourse of law identifies subject positions such as criminal, defendant, plaintiff, accused, innocent, and so on. അപ്പോൾ ഒരു നമ്മൾ ലോയിൽ, നിയമത്തിൻ്റെ വഴിയിൽ ആളുകളുടെ പേര് അങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ നമ്മൾ നിയമത്തിൻ്റെ വഴിയിൽ വരുമ്പോൾ ദ അക്യൂസ്ഡ്, അല്ലെങ്കിൽ ദ പ്ലെയിൻറ്റിഫ്, ഡിഫൻഡൻറ്റ്, ക്രിമിനൽ,
ഈ പേരൊക്കെയാണ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ഒരു 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 ഡിസ്കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് പൊസിഷൻ അങ്ങനെയാണ്. Discourses can be defined in terms of what it excludes as much as by the assumptions it includes. നമ്മുടെ ഒരു ഡിസ്കോഴ്സിന്റെ ഉള്ളിലേക്ക് വരുന്ന അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ അതിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടും നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. It simultaneously determines who is excluded from the group, what is marginalized because of their failure to subscribe to the language of the group. The discourse of a political party identifies the political member with the group, at the same time defining that member as a different from those who do not belong to it. The sense of belonging can only be purchased at the cost of exclusion of others. ഇപ്പോൾ ഒരു പാർട്ടിക്കാരനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കാരനല്ലാത്തവരെ മനസ്സിലാക്കിയിട്ട് ആയാലും മതി. ഇപ്പോൾ പിന്നെ നമ്മൾ മാവോയിസ്റ്റ് എന്നുള്ളത് ദേ ആർ നോട്ട് മാവോയിസ്റ്റ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് മാവോയിസ്റ്റിന് നമ്മൾ ഇതാക്കിപ്പെടും. നമ്മളെന്ത് ചെയ്യും, പിന്നെ ആ ഒരു വാദത്തിലേക്ക് എത്തും. ഞാൻ ഈ വാദത്തിന് അനുകൂലിച്ച് പറയല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. The discourse of femininity has excluded women from the public sphere for a long time and confined them to domestic spaces because women are weaker, gentler, requires protection and are the natural caretakers of home and children. ഇപ്പോൾ ഫെമിനിറ്റി എന്നൊരു ഡിസ്കോഴ്സ് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഫെമിനിറ്റി, സ്ത്രീ എന്നതുകൊണ്ട് തന്നെ they are excluded from the common places and they are included, they are immersed in the home as a weaker section. അപ്പോൾ their duty is caretaking homes. They are caretakers of homes and children. Our language has even saying reinforced the natural status of women as mother and glorifying the hand that rocks the cradle rules the world. നമ്മളിങ്ങനെ പലപ്പോഴും പിന്നെ പറയുന്ന കുറേ വാക്കുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നൊരു വാക്ക് നോക്കാം, പിന്നെ വളയം പിടിച്ച എന്താ പറയുക, വളകളിട്ട കൈകൾ വളയം പിടിക്കുന്നു. നമ്മൾ ഒരു സ്ത്രീ ലേഡി പിന്നെ ഓട്ടോ ഡ്രൈവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും വളയിട്ട കൈകൾ വളയം പിടിക്കുന്നു. വളയിട്ട കൈകൾക്ക് വളയം പിടിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡിസ്കോഴ്സ് ഉണ്ടായിരുന്നു. അതിനെ മാറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുള്ളത്. ലാംഗ്വേജിൽ തന്നെ അങ്ങനെ ഒരാണ് പോയി നിൽക്കുന്ന സമയത്ത് ഒരാണ് ഡ്രൈവർ ആവുമ്പോൾ അതാരും പറയില്ലല്ലോ, ഇല്ല പറയില്ല, കാരണം അത് ആ ഡിസ്കോഴ്സിൽ അതുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഇനി മറ്റൊരു സാധനം ഏജൻസിയും കൂടി നമുക്ക് പറയാം. ഏജൻസി റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ടു മേക്ക് ദെയർ ഓൺ ഫ്രീ ചോയ്സസ്. നമ്മൾ വളരെ പിന്നെ ഇൻഡിപെൻഡൻ്റായി ആക്ട് ചെയ്യാൻ നമ്മളുടെ കഴിവിനെ, the capacity of individuals to act independently and to make their own free choices. ഫ്രീ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാനും ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ഏജൻസി എന്ന് പറയാം. therefore it is about power. അത് അധികാരവുമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വയം കാര്യങ്ങളാണ്. one's agency is one's independent capacity or ability to act one's own will. ഒരാളുടെ ഏജൻസി, one's agency, my agency is my capacity to act independently and to choose my own will എന്നതാണ്. This ability is affected by the cognitive belief structure which one has formed through one's experiences within discourse. ഈ ഒരു എബിലിറ്റിയെ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിസ്കോഴ്സിൽ, നിലവിൽ നിൽക്കുന്ന ഡിസ്കോഴ്സിൽ നമ്മൾ ആലോചിച്ച് കണ്ടെത്തിയിട്ട് രൂപപ്പെട്ടതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ബിലീഫിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ പിന്നെ
ഈ ഒരു ഏജൻസി. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ, നിങ്ങൾ ഒരു ഉദാഹരണത്തിന് സ്ത്രീ എന്ന ഒരു ഏജൻസി, വിമൻ എന്ന ഒരു ഡിസ്കോഴ്സിലൂടെ രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ ഏജൻസി എന്നുള്ളത്. ഇപ്പം മലയാളം, ഇപ്പം ഒരു ഡിസ്കോഴ്സായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. എന്ത്? മലയാളത്തിലെ സ്ത്രീ, കേരള സ്ത്രീകൾ എന്നൊരു ഡിസ്കോഴ്സ്. കേരള സ്ത്രീകൾ എന്ന ഡിസ്കോഴ്സിൽ കേരള സ്ത്രീകളുടെ ഏജൻസി എന്ന് പറയുന്നത്, ഇപ്പോൾ അവരുടെ ഫ്രീ വില്ല്, അവരുടെ ആക്ട് ചെയ്യാനുള്ള സാധനം, അവരുടെ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഈ ഒരു കൾച്ചറും രൂപങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇനി ആ കേരള സ്ത്രീകൾ എന്നതിനെ വേറെയൊക്കെ ഡിസ്കോഴ്സിൽ ഉൾപ്പെടും കേട്ടോ. മറ്റുള്ള ഡിസ്കോഴ്സുകൾക്ക് ഉൾപ്പെടാൻ നമ്മൾ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. Agency is disagreement on the extent of one's agency often causes conflict between parties. Disagreement on the context of one's agency. ഒരാളുടെ ഏജൻസിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, വൺ പാർട്ടി വാണ്ട് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ഏജൻസി ആൻഡ് ദ അതർ പാർട്ടി ആൾസോ വാണ്ട് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ഏജൻസി. സോ ദർ മേ ബി എ കോൺഫ്ലിക്റ്റ് between these two agencies and through discourses. So agency is all about empowerment. One cannot act where one has no power to act in a particular way. ഇപ്പോൾ ഏജൻസി എന്നത് എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഒരാൾക്ക് അധികാരമില്ല എങ്കിൽ ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. Again, taking the example of women, the codes of behavior and dress imposed on women can be resisted only if they are empowered. ഇന്ന് ഡ്രസ് കോഡുകൾ, മറ്റൊക്കെ സ്ത്രീകളുടെ ഡ്രസ് കോഡുകൾ നിലവിൽ അവർക്ക് അവരുടെ മേലിൽ അവരുടെ മേലിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്, അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവർ എംപവേർഡ് ആവണം എന്നുള്ളതാണ്. എംപവർമെൻറ്റ് കുഡ് ബി ത്രൂ എഡ്യൂക്കേഷൻ ഓർ കോൺഷ്യസ്നെസ് റൈസിംഗ് ബൈ ഫെമിനിസ്റ്റ് ഓർഗനൈസേഷൻസ്. The meaning is never fixed. Meaning shift with new acts of empowerment and agency. The communist revolutions that took place in several parts of the world in the early half of the previous century are examples of agency and constant negotiation and change within the culture. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻസ് വളരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായപ്പോൾ അതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. ആ ചേഞ്ച് ഏജൻസി ആയിരുന്നു. അതൊരു ഏജൻസിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏജൻസി അതായത് ഒരു പവറാണ് നൽകിയിട്ടുള്ളത്. ഏജൻസി മീൻസ് എ പവർ. ഏജൻസി ഹാസ് ബീൻ കൺസിഡർഡ് ആസ് എ ടൂൾ ഫോർ കൺസെപ്ച്വലൈസിങ് ദ മോഡേൺ സബ്ജക്റ്റ് ഹൂ ഈസ് മാർജിനലൈസ്ഡ്. ഇപ്പോൾ മോഡേൺ സബ്ജക്റ്റുകളെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മോഡേൺ സബ്ജക്റ്റുകളെ പ്ലേസ് ചെയ്യാൻ, അവരെ പേസ്റ്റ് ചെയ്യാൻ, അവരുടെ ഒരു കോൺസെപ്ച്വലൈസേഷൻ നടത്താൻ അവരെ സഹായിക്കുന്നതാണ് ഏജൻസി. In democracy principles center the subject with potential agency which may or may not lead to resistance. Social construction of reality. Social construction of reality എന്നതാണ് ഇൻട്രൊഡ്യൂസ്ഡ് ബർഗർ ആൻഡ് ലെക്മാൻ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന പുസ്തകത്തിലാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന ഒരു വാക്ക് തന്നെ ഉണ്ടാകുന്നത്. ഹൗ ഡു ദ സബ്ജക്റ്റ് തിങ്സ് ബിക്കം ഒബ്ജക്റ്റീവ് തിങ്സ്? ഹൗ ഡു സബ്ജക്റ്റീവ് തിങ്സ് meaning become objective things? How do human actors so construct the world that their products come to appear as things? Why does the social world seems real to people? Throughout the work we find arguments that emphasize this dual nature of social life, the way in which social structures and individual consciousness are not separate but intertwined in the construction of reality. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു സാധനം എങ്ങനെ, സബ്ജക്റ്റീവായിട്ടുള്ള ഒരാൾ എങ്ങനെ ഒബ്ജക്റ്റായി നിലനിൽക്കും? നമുക്കതിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് പോകാം. റിയാലിറ്റി is that the central concept of the social construction of reality is that the process and that person
is that persons and groups interacting in social system form over time concepts or mental representations of each other's actions. ഫോം കോൺസെപ്റ്റ്. ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറേ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഫോംസ്, മെൻ്റൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ഈച്ച് ആക്ഷൻസ്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ അവിടെ നമ്മൾ എങ്ങനെ പെരുമാറും, അവിടെ അങ്ങനെ ആവും, ഓരോ സ്ഥലത്തു നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അവിടെ ഫോം ചെയ്യും. These concepts eventually become habituated into reciprocal roles played by actors in relation to each other. അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഹാബിച്വലൈസേഷൻ ആയിട്ട് ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് മാറും. അതങ്ങനെയാണ് പോകും. In other words, as we live our lives, we tend to develop repetitive patterns of behavior. ചില സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായ റെപ്പറ്റേറ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ഒരേപോലെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്തു പോകുന്നു. ദീസ് ഹാബിറ്റ്സ് ആസ് ദേ ആർ കാൾഡ് ആർ യൂഷ്വൽ ടു അസ് ബിക്കോസ് ദേ അലോ അസ് ടു ഹാൻഡിൽ റിക്കറിങ് സിറ്റുവേഷൻസ് ഓട്ടോമാറ്റിക്കലി. നമുക്ക് ഇത് ചില ഹാബിറ്റുകളാണ്. ഈ ഹാബിറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില ഓട്ടോമാറ്റിക്കലി സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ അതിങ്ങനെ പോയി എന്ത് ചെയ്യുക, ഹാബിറ്റ്സ് ത്രൂ റിപ്പീറ്റഡ് യൂസ് ഡെവലപ്സ് എ കോഡ് ഓഫ് കണ്ടക്ട്. ഇപ്പോൾ ഹാബിറ്റുകൾ നിരന്തരമായി ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത്, ഒരാളെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് അതൊരു ഹാബിറ്റാണ്, അത് കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. അഭിവാദ്യം ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണെന്ന് വരും. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് നമ്മൾ ഒരു ഹാബിറ്റാക്കി മാറ്റിയിട്ടുള്ളതാണ്. അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു തെറ്റാണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തും. They then become objective reality as patterns of behavior established for future generation. അത് ഒബ്ജക്റ്റീവ് ബിഹേവിയർ ആണ്, അതങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതിലേക്ക് നമ്മൾ ഹാബിറ്റിലൂടെ അങ്ങനെ എത്തുന്നുള്ള ഫ്യൂച്ചർ ജനറേഷനൊക്കെ അത് വേണ്ടി അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ദ പ്രോസസ് whereby such everyday repeated practices slowly become the norm is called habitualization. ഇങ്ങനെ പതുക്കെ ഒരു നോമിലേക്ക് എത്തുന്നതിനാണ് ഹാബിച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഹാബിച്വലൈസേഷൻ പോയി അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആകും. As time goes by, some habits through a process of selection became shared among all of the members of the society. When these rules are made available to other members of society to enter into the play out, the reciprocal interactions are said to be institutionalized. അത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചെയ്യപ്പെടും. ഇപ്പോൾ സ്ത്രീകളുടെ റോൾ അതിങ്ങനെ പതുക്കെ വന്ന് കുക്കിംഗ്, അതൊക്കെ റൂള് പോലെയായി, ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയായി. അങ്ങനെ അതിനൊക്കെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് നിയമമായി. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ആരാണ്, ഉത്തരവാദിത്വം നിയമമാരുടെ സ്ത്രീകളുടേതായി മാറി. സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാട്ടോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല. അങ്ങനെയുള്ളതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയാം. ഇനി ലെജിറ്റിമൈസേഷൻ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സോഷ്യൽ പ്രോസസ് ആസ് എക്സ്പ്ലെയിൻഡ് അബവ് ഗ്രോസ് ഔട്ട് ഓഫ് ഹാബിച്വലൈസേഷൻ ആൻഡ് കസ്റ്റംസ്. ഹാബിറ്റിൽ നിന്ന് കസ്റ്റംസിൽ നിന്ന് അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലേക്ക് എത്തും. ഇനി അത് ലെജിറ്റിമൈസേഷൻ ആവും, അതിന് നീതീകരണം കൊടുക്കും. അങ്ങനെ ചെയ്യാതിരുന്നതിൽ തെറ്റായി മാറും. അപ്പോൾ നിയമത്തിൻ്റെ വഴിയിൽ വരെ വരും. മനസ്സിലായോ? നിയമത്തിൻ്റെ വഴിയിൽ വരെ വരിക എന്നുള്ളത് അങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ മറ്റൊരാളുടെ സാധനം നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളത്, അത് പണ്ട് മറ്റൊരാൾ നമ്മളാൾ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് മനുഷ്യന്മാർക്കിടയിൽ എല്ലാം എല്ലാവരുടേതായിരുന്നു, നമുക്കറിയാലോ പണ്ടത്തെ. പിന്നെ ഓരോരുത്തർ സ്വന്തമായി ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വന്നു. കുറച്ച് മനുഷ്യരുള്ള സമയത്ത് അല്ലെങ്കിൽ കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് എൻ്റേത് അവൻ്റേത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരുടേതായിരുന്നല്ലോ. പിന്നെ അവരവരിങ്ങനെ വെട്ടിപ്പിടിച്ച് അവരുടേതാക്കി മാറ്റി ഓരോന്നിനും നിയമങ്ങൾ വന്നു, രാഷ്ട്രങ്ങൾ വന്നു, അത് ലെജിറ്റിമസി നിയമം വന്നു. ഇപ്പോൾ അവൻ്റേത് എടുക്കാൻ പാടില്ല, എൻ്റേത് എടുക്കാൻ പാടില്ല, അവൻ്റേത് എടുത്താൽ കോടതി ശിക്ഷിക്കും, ലീഗലായി മാറി. ഇല്ലീഗൽ ആൻഡ് ലീഗൽ, ഇതാണ് ലെജിറ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ, ലെജിറ്റിമൈസ്ഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ റീഫിക്കേഷൻ. റീഫൈഡ് എന്ന് പറഞ്ഞാൽ ഇവൻച്വലി സം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിക് റീഫൈഡ്, ദാറ്റ് ഈസ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഫോർഗെറ്റ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഹ്യൂമൻ കൺസ്ട്രക്ഷൻസ്
and they begin to relate to them as if they are neutral objects. ചിലതൊക്കെ അങ്ങനെ മാറി 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 പോയിട്ട് ഈ ഹാബിറ്റ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാറി മാറി ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, പണ്ട് മുതലേ ഉള്ളതാണെന്നുള്ളതിലേക്ക് എത്തും. ഇൻ ദിസ് വേ വി ക്രിയേറ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് that seem as real to us as the reality of the natural world. Knowledge and people's conception, belief of what reality becomes embedded in the institutional fabric of society. ചില വിവരങ്ങൾ, ചില ആളുകളുടെ പിന്നെന്താ പറയുക രീതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ വരുന്നതാണ്. അങ്ങനെ 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 കടന്ന് 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 this creates objective reality. ഇതാണ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി. ഈസ് ദെർഫോർ സെഡ് ടു ബി സോഷ്യലി കൺസ്ട്രക്റ്റഡ്. റിയാലിറ്റി എന്ന് പറയുന്ന സാധനം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒബ്ജക്റ്റീവ് വേൾഡ് ആർ one consequences of institutionalizations and are created. Institutions are passed on the new generation. അത് പുതിയ ജനറേഷനിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ പിന്നെ ഒരു എന്താകുന്നു, ശക്തമായിക്കൊണ്ടിരിക്കുന്നു. റീഇഫിക്കേഷൻ ഈസ് ദിസ് എ പ്രോസസ് വിച്ച് സബ്ജക്റ്റീവ് everyday reality through a process of intersubjective communication. We would be able to remember when and how we decided to change things, but for the generation of kids born on the island, those arrangements would soon come to be appear as natural, fixed, traditional, etc. Reification is thus a process by which subjective everyday reality through a process of intersubjective communication, socialization, internalization, institutionalization, and legitimization, that is through a slow dialectical process of change, becomes objective reality. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് നോക്ക്. ബർഗർ ആൻഡ് ലെക്മാൻ പറയുന്ന ഒരു ഉദാഹരണം. ഒരു ഐലൻഡിൽ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിലൊക്കെ കുടുങ്ങിപ്പോയ ഒരു ഫാമിലി, പിന്നെ അവരവിടെ ജീവിതം തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് പുറത്ത് വരാൻ പറ്റാത്തപ്പോൾ അവരുടെ മക്കൾ തമ്മിൽ കല്യാണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ മക്കൾ കല്യാണം കഴിക്കാൻ തുടങ്ങി. അങ്കിൾസ് അങ്ങനെ കല്യാണം കഴിക്കാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ തുടർന്ന് വന്നപ്പോൾ അതിന് ശേഷമുള്ള ടീമിൻ്റെത് പിന്നെ എന്താന്ന് ചോദിച്ചാൽ, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അവിടെ വേറെ ഒരു കുറേ കാലം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർക്കത് നിയമമാണ്, സ്വന്തം മക്കളെ കല്യാണം കഴിക്കാൻ പറ്റുന്നുള്ളത് അനുവദനീയമാണ്, ബാക്കിയുള്ളവർക്ക് അത് അനുവദനീയവുമല്ല. അപ്പോൾ ഇത് പിന്നെ അവരുടെ സബ്ജക്റ്റുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കൈമാറ്റമാണ്. അത് പിന്നീട് അവരുടെ നിയമമായി, അവർക്ക് സോഷ്യലൈസേഷനായി, ഇന്റേണലൈസേഷനായി, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനായി, നിയമമായൊക്കെ ഇങ്ങനെ മാറിയിട്ട് വരുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് റീഇഫിക്കേഷൻ എന്ന് പറയാം. പ്രോസസ് എന്നുള്ളതാണ്. റീഇഫിക്കേഷൻ ഈസ് ദസ് എ പ്രോസസ് ബൈ വിച്ച് സബ്ജക്റ്റീവ് എവറിഡേ റിയാലിറ്റി ത്രൂ എ പ്രോസസ് ഓഫ് intersubjective communication എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ത്രൂ എ സ്ലോ ഡയലക്റ്റിക്കൽ പ്രോസസ് ഓഫ് ചേഞ്ച് ബിക്കംസ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി. അങ്ങനെ അതിങ്ങനെ മാറിയിട്ട് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആയിട്ട് മാറുന്നു. ലാംഗ്വേജ് ഇൻ സോഷ്യൽ റിയാലിറ്റി, ഇത് നമ്മൾ പറഞ്ഞതാണ്. ലാംഗ്വേജിനും ഇതിൽ തന്നെ ഇങ്ങനെ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ടാക്കുന്നതിൽ നല്ല ബന്ധമുണ്ട് എന്നതാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററിയും ലാംഗ്വേജും തമ്മിൽ ബന്ധമുണ്ട്. ലാംഗ്വേജ് ആൻഡ് ക്ലാസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഓക്കെ.